അതെ, ഹൈസൺ ടാറ്റ മോട്ടോഴ്സിന്റെ തൃശ്ശൂരിലെ ഡീലറാണ്. 2008 ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങിയപ്പോൾ അന്ന് മുതലുള്ള കൂട്ടുകെട്ടാണ്. ഓപ്പറേഷൻ ഹെഡ് രാജീവ് സാർ എപ്പോഴും പറയും, JPയുടെയും ഹൈസന്റെയും വളർച്ച ഒരുപോലെയാണ്, ഒരുമിച്ചാണ്. എക്സ് മിലിറ്ററി രാധാകൃഷ്ണൻ സാറാണ് HR കൈകാര്യം ചെയ്യുന്നത്. എപ്പോഴും കൃത്യതയോടെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറയുന്ന രാധാകൃഷ്ണൻ സാർ. സർവീസ് ടീമിനെ ഒന്ന് മെച്ചപ്പെടുത്തണം, സർവീസിന്റെ മനോഭാവത്തിൽ കുറേ കൂടെ മാറ്റങ്ങളെ കൊണ്ടുവരണം. ടാറ്റയ്ക്ക് സർവീസിന് കൃത്യമായ ഒരു മാനുവൽ ഉണ്ട്, അത് കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രം മതി. എന്നാൽ അതിന് ഉൾക്കൊള്ളാവുന്ന ഒരു മനോഭാവത്തിൽ അല്പം മാറ്റം വരുത്തണം. അതായത് ഒരു ആറ്റിറ്റ്യൂഡ് റീ എഞ്ചിനീയറിംഗ് ആണ് അവിടെ സർവീസ് അഡ്വൈസേഴ്സിന് വേണ്ടത്. സർവീസ് ലീഡേഴ്സുമായി സംസാരിച്ചു, ഇപ്പോൾ നിലനിൽക്കുന്ന രീതികളെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി അതിനകത്ത് എന്തെല്ലാം മാറ്റങ്ങളെ കൊണ്ടുവരാമെന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് എന്നും ചോദിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ചൊരു മോഡ്യൂൾ നിശ്ചയിച്ചുകൊണ്ട് ഏത് ദിവസം നടത്താമെന്നും പറഞ്ഞ് ഡേറ്റ് എല്ലാം തീരുമാനിച്ചു. അതെ, ടാറ്റ മോട്ടോഴ്സ് വളരെ വേഗത്തിൽ വലുതാകുകയാണ് അല്ലേ. ഇന്ത്യയിൽ 3-ാം സ്ഥാനത്തെത്തി നിൽക്കുന്നു. കാലത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് EVയിലേക്കുള്ള കുതിച്ചാട്ടം ടാറ്റയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് സർവീസിലും കുറെ കൂടി മെച്ചപ്പെടണം എന്ന തിരിച്ചറിവോടുകൂടി നടത്തുന്ന ഈ പ്രോഗ്രാമിനെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി.